ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്ന് രാവിലെ എൻ്റെ റഷ് ബോർഡ് എന്ന് പറഞ്ഞ ഈവൻറ്റ് ഫ്രീ ഫയർക്ക് ഉണ്ട്. സത്യം പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഈവൻറ്റ് സ്പിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഈ ഈവൻറ്റ് സ്പിൻ ചെയ്യുന്ന ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. സ്റ്റോറി പോയി എങ്ങനെയാണെങ്കിലും ഈ ഈവൻറ്റ് സ്പിൻ ചെയ്യുമ്പോഴത്തേക്കൊരു നമ്മുടെ കയ്യിൽ എങ്ങനെയാണെങ്കിൽ ഒരു 10,000 ഡയമണ്ടെങ്കിലും ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇതിനാകെയുള്ള പ്രത്യേകത ഇതുപോലെ സിംഹാകൃതി ഇരിക്കുന്നത്, പിന്നെ മെഡ്കിറ്റ് അടിക്കുമ്പോൾ കുറേ കല്ല് വന്ന് കറങ്ങി ദേഹത്ത് കുത്തിയിരിക്കുന്നത്, അതൊക്കെ ഉള്ളതിൻ്റെ പ്രത്യേകത. ആ ഒരു ഡയമണ്ട് പ്രൈസിന് ഈ ഒരു ബണ്ടിൽ വെർത്തല്ല കാര്യം. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇത് വെർത്തല്ല. ഒന്നാമത്തെ കാര്യം അങ്ങനെ പറയും. രണ്ടാമത്തെ കാര്യം, ഈ എടുക്കുന്ന ഡയമണ്ട് പ്രൈസിന് വേണ്ടി നിങ്ങൾക്ക് അടുത്ത മാസം എന്തായാലും ബ്ലഡ് മൂൺ സാമ്രായി വരുന്നുണ്ട്. ബ്ലഡ് മൂൺ സാമ്രായി അടുത്ത മാസം ഫസ്റ്റ് വീക്ക് വരും. പിന്നെ സോംബിഫൈഡ് സാമ്രായി അതിൻ്റെ കൂടെ വരും. അത് ഇതിലും കുറഞ്ഞ ടോക്കണിലായിരിക്കും, യൂണിവേഴ്സൽ ടോക്കണിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മണ്ണിറങ്ങി അതിൽ പോയി പരമാവധി യൂണിവേഴ്സൽ ടോക്കൺ കളക്ട് ചെയ്ത് വെച്ച് അതെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല തീരുമാനമെന്ന് ഞാൻ പറയും. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട്. ഓൾഡ് സാധനമാണ്, ലുക്കുണ്ട്, കാണാൻ ഒരു ലുക്കുണ്ട്. ബ്ലഡ് മൂൺ സാമ്രായി ഓൾഡ് അല്ല, എന്നാലും അത്ര ഓൾഡ് അല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സോംബിഫൈഡ് സാമ്രായി ഉണ്ട്, അത് കിട്ടില്ലൊരു സാധനമാണ്. അതിൻ്റെ ഹെഡും അതൊക്കെ നൈസാണ്, അതെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ഓൾറെഡി 250 ടോക്കൺ ഉണ്ട്. ബാക്കി ടോക്കൺ അധികമാണെങ്കിൽ സ്പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.